ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിച്ചൻ വ്ളോഗ്സ്. ഇന്നത്തെന്ന് വെച്ചാൽ ഇന്ന് എന്താണ് ദിവസം? ഇന്നൊരു തേഴ്സ്ഡേ ആണ്, May 1st of 2025. ആൻഡ് എന്താണ്, ഞങ്ങൾ ഒരു യാത്ര പോവാണ്. ഇൻ ദ സെൻസ് ദാറ്റ് എൻ്റെ മമ്മിക്ക് തിരിച്ച് നാട്ടിലേക്ക് ട്രാൻസ്ഫറായി. സോ മമ്മീനെ നമ്മൾ പാതി വഴി വെച്ച് നോക്കി. സോ ഇന്ന് ഞാനുണ്ട്, ഇവിടെ ജസ്മിയുണ്ട്, ജിജോ ചേട്ടനുണ്ട്, അവരുടെ കുഞ്ഞുണ്ട്, കുഞ്ഞാലി, ജോമി, ഐഷു ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ വയനാട്ടിലേക്ക് പോവാണ്. പപ്പയും ലല്ലും മമ്മി അവിടെ എത്തും. പപ്പയും ലല്ലും നേരത്തെ പോയി, മമ്മയെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ എത്തും. സോ അതിൻ്റെ രാവിലത്തെ കുറച്ച് ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. 6 മണിക്കെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. കാരണം പാക്കിങ് ഒരു പ്രശ്നമായിപ്പോയി. അതിൻ്റെ കോമഡി ഞാൻ കാണിച്ചു തരാം. ലഗേജ് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്, അതാണ് പറ്റിയത്. ഇത് ഈ ഡോറിനോട് ചപ്പിയിരിക്കുന്ന ഈ ബാഗ് കണ്ടു, ഈ ബാഗ് ഇതാണ് എൻ്റെ ബാഗ്. അതുപോലെ പല ബാഗുകളും ചപ്പി ഇരിപ്പുണ്ട്. റെയർവ്യൂ വിഷ്വൽ പോയി. ആൻഡ് അകത്തെ അവസ്ഥ എന്ന് പറഞ്ഞാലും ഇതുപോലെ. ഹലോ, നമ്മുടെ ഐശ്വര്യ ഇരിക്കുന്നു. ഇവിടുത്തെ ടെൻഷൻ, സ്ഥലമില്ല അകത്ത്, അതാണ് പ്രശ്നം. അടുത്തത് പോവാൻ വേണ്ടി റെഡിയായി. ഇത് എന്താണിത്? തലേക്കൂടെ കുട്ടി ഇങ്ങനെ ഇടുന്ന ഞാൻ ആദ്യമായിട്ടാണ്. ഇതെന്താണ്? അപ്പോൾ നമ്മളിങ്ങനെ ഇത് പോയി എല്ലാം ക്ലിയർ ചെയ്തോ, എല്ലാം എടുത്തോന്നൊക്കെ നോക്കുകയാണ്. വീടൊക്കെ അലങ്കോലമാക്കിയിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞസ്റ്റ് ഗസ്റ്റ്. നമ്മൾ എവിടെ പോണു ചാറ്റാ? അവളുടെ മമ്മിയെ കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. അവളുടെ മമ്മി ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ അവൾ മേക്കപ്പ് ഇട്ടിരിക്കുന്നു. അവൾക്ക് ആക്ച്വലി എൻജോയ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ കുഞ്ഞ് തീരെ സമ്മതിക്കുന്നില്ല. വെൽക്രോ ബേബിയാണിത്, വെൽക്രോ ബേബി. കോട്ട് പഴമ അജ്ജി കരയാൻ പാടില്ല. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. അയ്യേ, ഹായ് പറഞ്ഞേ. ഹായ് ഇല്ല, അവൾ എൻ്റെ ഇൻട്രീഗ്ഡ് ആയിട്ടിരിക്കുകയാണ്. അവൾക്ക് ബാഗിനകത്തുള്ളതാണ്. നമ്മൾ ടാറ്റ പോവാ, എല്ലാവരും ടാറ്റ. നമുക്ക് എല്ലാവർക്കും ടാറ്റ പോവാം. ഹലോ അല്ല, എല്ലാവരും അല്പം ദുഃഖിതരായി ഇരിക്കുകയാണ്. ഞങ്ങൾ പല സാധനങ്ങളും നമ്മൾ ത്യജിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് അതെല്ലാം ത്യജിച്ചാണ് പോകുന്നത്. മാങ്ങ ഞാൻ രാവിലെ ഫ്രണ്ട്സുമായിട്ട് ഓഫീസ് കഴിഞ്ഞ് തിന്നാൻ പോയിട്ട് ടീബൈച്ചിൽ പോയി അവിടെ ഒരു മാവിൽ നിന്നും പറിച്ച മാങ്ങ അരിഞ്ഞ് ഞാൻ ഈ കണ്ടീഷൻ കുറേ ഞാൻ അകത്താക്കി, അവളും കുറച്ചകത്താക്കി. ഇത് തിന്നാനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമുക്ക് തിന്നണം. യെസ് പ്ലീസ്. അങ്ങനെ അത് സെറ്റായ. അല്ലാതെ കുറേ സ്നാക്സ് വാങ്ങിച്ചതുകൊണ്ട് അതുമെല്ലാം ഓക്കെയാണ്. സ്നാക്സ് ഒക്കെയാണ്. നമുക്ക് സ്പ്രൈറ്റ് വാങ്ങിക്കണം ബൈ ദ വേ. പിന്നെ കുഞ്ഞ് രാവിലെ അവൾ എണീറ്റതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മളൊരു പ്രാർത്ഥനയോടുകൂടെ നമ്മൾ തിരിക്കുന്നതായിരിക്കും. ഹലോ ചർച്ച് സെക്രട്ടറി. നമ്മുടെ ജോ നമുക്ക് ഹായ് പറയും. ഹായ് പറഞ്ഞേ, ഹായ് കൊടുത്തേ. ഹായ് ഹായ്. ഓ എൻ്റെ അമ്മോ, ഹായ്. അവൾ ഉറക്കപ്പിച്ചിലാണ്. അങ്ങനെ നമ്മള് ഫൈനലി ട്രിപ്പ് തുടങ്ങിയാണ്. എല്ലാരും പറഞ്ഞേ. ഭയങ്കര ഞെരുങ്ങിപ്പോയി ഗൈസ്, അതാണ് കുഴപ്പം. ഞെരുങ്ങിപ്പോയി. നമ്മൾ എവിടെ പോണു? ട്രിപ്പ് പോണു, ടാറ്റ പോണു. അയ്യോ, നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ വെഞ്ഞാറമൂട് ജംഗ്ഷനുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇറങ്ങിയതാണ്. ഇടയ്ക്ക് ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ച് നടന്നില്ല. ഇതൊരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വ്ളോഗേഴ്സ് അവരുടെ ഇൻഡിവിജ്വൽ വ്ളോഗ്സിൽ ഇടാൻ വേണ്ടിയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുന്ന വ്ളോഗേഴ്സാണ്. അവൻ്റെ കണ്ടന്റ് അവൻ എനിക്ക് തരും, എൻ്റെ കണ്ടന്റ് അവൻ്റെ അങ്ങനെയാണ്. എനിവേ, ആ വ്ളോഗേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ ഇരിക്കുന്നത് മൈ ഫ്ലേക്സ് ആണ്. മറ്റതിൻ്റെ ജോമി, നിന്റെ പേരെന്താണ്?
അവൻ്റെ വ്ളോഗ് പേരില്ലാത്ത വ്ളോഗ്. ജോമി ജോമി ആൻഡ് ഐഷു ഡയറീസിൻ്റെ ആണ് അവൻ്റെ കണ്ടന്റ്. അല്ലാതെ എന്തൊക്കെയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ട് പൊതുവെ നോക്കുമ്പോൾ കുറേ വർത്താനം പറയണം, പക്ഷെ രസമുള്ളത് കാണാൻ. അതാണ് അവൻ്റെ അതാണ്. പിന്നെ കുഞ്ഞാൻ്റെ അന്തസ്സായിട്ട് നെയ്റോസ്റ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ദോശ കഴിക്കാൻ പോയതുകൊണ്ട് ഇപ്പോൾ കട്ട്ലറ്റ് തിന്നുന്ന അവസ്ഥയാണ്. പക്ഷെ എന്നെക്കാളും ഇതാണ് നെയ് റോസ്റ്റിൻ്റെ അവിടെ മുട്ടക്കറിയും വടയും പൊറോട്ടയും എന്ത് കോമ്പിനേഷനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് പോകാൻ നിൽക്കുക. അപ്പോഴത്തേ ഈ കുട്ടി ഓരോരോ ഫസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അവളെ കൊണ്ട് പുറത്തിറങ്ങിയതാണ് ഞാൻ. അവൾ കുറേ ഡൗവിനെ കാണിച്ചു. ഡൗ എവിടെ? ഡൗ ഡൗ അവിടെ കുറേ ഡൗ ഉണ്ടെന്ന് കാണിച്ചു. ഒരു കാക്ക പറന്നു വാങ്ങിച്ചു വെച്ചു. ക്രോ എവിടെ? കാക്ക എവിടെ? അതെന്തേ അവിടെ പറന്നു കാണിക്കുന്നു. ഇനി ജോറ്റാച്ച എവിടെ? വണ്ടിക്കകത്തുണ്ട്. കറക്റ്റ് അവന് വണ്ടിക്കകത്തിരിപ്പുണ്ട്. നമുക്ക് എല്ലാവരെയും നമ്മുടെ ഏറ്റവും സ്മാർട്ടസ്റ്റ് കുട്ടിയാണ്. ഇളയമ്മ എവിടെ? ഇളയമ്മയ്ക്ക് ഉമ്മതാ. ഇളയമ്മ അങ്ങനത്തെ നമ്മുടെ സ്മാർട്ടസ്റ്റ് കുട്ടിയാണ് അവൾ. A few moments later. ഹായ്. സോ നമ്മൾ ഇടയ്ക്ക് വെച്ച് റെസ്റ്റ് സ്റ്റോപ്പ് എടുത്ത് ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് ഉറങ്ങാൻ നോക്കി. ഒരു മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റി. ഒരു മണിക്കൂർ ഞാൻ ഉറങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവർ നശിപ്പിച്ചല്ല. നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി. ഇത് എവിടെ എത്തിയടോ നമ്മൾ? ഞങ്ങൾ സ്ഥലം നോക്കുന്നത് സാധാരണയല്ല മലയാളം. ബോഡിയിൽ നിന്നാണ് സ്ഥലപ്പേര് തപ്പാൻ നോക്കുന്നത്. ബോഡിയിലൊന്നും കാണുന്നുണ്ട്. പക്ഷെ ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡ് രസമുണ്ട്. പിന്നെ നോക്കുന്നപ്പോൾ അതിനകത്ത് ഒരു കാർപ്പിന് കണ്ട. കാർപ്പിന് ഒന്നല്ല, അല്ലല്ല ഒറ്റ കോഴിക്കാർപ്പും 2 സക്കർ ഫിഷുമാണ് കിടക്കുന്നത്. അതെ അല്ലല്ല, അത് കാർപ്പല്ല. 2 താഴെ പറ്റ 2 സക്കറാണ്. ഇതൊരു നാച്ചുറൽ വാട്ടർ സോഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പാറയിൽ നിന്ന് പൊട്ടി വരുന്ന അരുവി അങ്ങനത്തെ എന്തോ ആണ്. അതല്ല ഒരു ട്രാപ്പ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. രസമാണ്. അപ്പം നമ്മളിപ്പോൾ സമയം ഇപ്പോൾ ഒരു 11 മണി കഴിഞ്ഞു. നമ്മൾ അടുത്തെത്തിയിട്ടാണ് നമ്മളൊന്ന് സ്ട്രെച്ച് ഇറങ്ങിയത്. പക്ഷേ അത്ര ഇങ്ങനെ ടയർഡുള്ള സാമാനം അത് നല്ല കംഫർട്ടബിളായിട്ടൊക്കെ തന്നെ എല്ലാവരും പോകുന്നത്. ബട്ട് എനിക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ ഒരു ഇതുണ്ട്, ക്രാങ്കിനെസ്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ലൈറ്റായിട്ട് സ്നാക്കേജ് ഒക്കെ തുടങ്ങി. കുറച്ച് സ്നാക്സ് ഒക്കെ തിന്നോണ്ടിരിക്കുന്ന ഒരുത്തി കേക്ക് അമക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കേക്കില്ല. പിന്നെ അങ്ങനെ ഓഫർ ചെയ്തത് കേട്ടോ നോക്കോ. പാവം ഫ്രണ്ട് ഇരിക്കുന്ന 2 പേർക്ക് വേണമെന്ന് ചോദിച്ചോ? അങ്ങനെ ചിന്ന സ്നാക്കിങ് നമ്മൾ കുറച്ച് ക്യൂക്കമ്പേഴ്സ് തിന്നു, കുക്കി തിന്നു, ഒരു കേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് സ്നാക്കേജ് ഉണ്ട് വാങ്ങിച്ചത്. മിക്കവാറും ബോണേഴ്സ് വാങ്ങിച്ച് കൂടുതൽ വാങ്ങിക്കും. അങ്ങനെയാണ്. ഇത് അവിടെ പുറകിൽ ഒരാളിരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മോ, കേക്ക് തിന്നണാണ്. അവള് നന്നായി എൻജോയ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേക്ക്. അപ്പൊ അവൾക്ക് വേണ്ടി കപ്പ് കേക്കും വേറെ കുക്കീസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അല്ലേ ജോ? ഇഷ്ടായോ? അങ്ങനെ ഇരിക്കുകയാണ് അവള്. നമ്മൾ അങ്ങനെ ഒരു കാടിന്റെ അകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടിന്റെ അകത്തൂടെ കുറച്ച് നല്ല വ്യൂ എടുക്കാന്ന് വെച്ചപ്പോൾ ലോറി ചതിച്ചു. ഇവിടെ പാട്ടിടുന്നതിനെ കുറിച്ച് യുദ്ധം നടക്കുകയാണ്. ആരും നേച്ചർ എൻജോയ് ചെയ്യുന്നില്ല. ലുക്ക് അറ്റ് ദ വ്യൂ. പ്രകൃതി നമ്മുടെ ചുറ്റും എന്തോ ഉണ്ടല്ലോ.
നമ്മള് പാമ്പർ ഇവിടെ നന്നായി ഉറങ്ങി എണീറ്റിട്ട് ഈ മൂടിലായി കാലൊക്കെ പൊക്കി വെച്ച് പാൻറ്റൊക്കെ ഊരിക്കളഞ്ഞ് പാട്ടൊക്കെ എൻജോയ് ചെയ്തിരിക്കാണ്. ജോ ഹായ്, കണ്ടോ ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത എല്ലാവർക്കും. എത്തോടാ. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ലഞ്ചിൻ്റെ സ്റ്റോപ്പിൽ നമ്മൾ അങ്കമാലിലെത്തി. അങ്കമാലിയിൽ എവിടെ പോയി കഴിക്കാൻ വന്നപ്പോൾ ഇവരെല്ലാവരും നോട്ടോട്ട് ഒരു കടയുണ്ടായിരുന്നു, പാരിക്കാരൻ്റെ ടച്ച് എന്ന് പറഞ്ഞ കടയിൽ വന്ന് നിൽക്കുകയാണ്. ആൻഡ് നല്ല രസമുണ്ട്. ഒരു ഷാപ്പാണ്. ഇവിടെ തന്നെ ഫസ്റ്റ് ഡേ ഇവിടെ ഇങ്ങനെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും പറയും നമ്മൾ എന്തിനാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്? പോർക്ക് കഴിക്കാനാണ് വന്നത്. ബിരിയാണി പക്ഷെ പോർക്കുണ്ട്. ഞാൻ അവളാണ് നോക്കണം. നോക്ക് എല്ലാവരും കഴിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങണോ. അങ്ങനെ ഒരാൾ ഫൈനലി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ബേർഡ്സിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ബേർഡ്സിനാണ് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഹായ് ഗായ്സ്, ഭയങ്കര ഒരു ടയർസം യാത്രയ്ക്ക് ശേഷം ഭയങ്കര സ്വിച്ച് പഠിക്കുന്നതല്ലേ. നമ്മളിപ്പോൾ സമയം 10:20. ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ പാരഗൺ, ഇവിടുത്തെ കോഴിക്കോടുള്ള പാരഗണിൽ ഇരിക്കുന്നതുള്ളൂ. ജസ്റ്റ് വന്നിട്ട് നല്ല തിരക്ക്. വിചാരിച്ചല്ല ഇപ്പോൾ ഫുഡ് എങ്ങനെയായിരിക്കും അറിയില്ല. എല്ലാവരും ഇതെല്ലാം എണീറ്റിട്ടുണ്ട്. ഇതാണ് അടുത്ത പരിപാടി. നമ്മുടെ ജോ മെന്യു വായിച്ച് അവൾ കറക്റ്റ് പൗൾട്രി ആൻഡ് മീറ്റൊക്കെ നോക്കുകയാണ്. പാരഗണിൽ കയറി. ഇപ്പം ഇല വേണം. നിനക്ക് ഇല വേണോ? അത് തിറ്റാൻ വേണം. ഷീസ് സോ ഇൻ്റലിജൻറ്റ്. അവൾക്ക് സീ ഫുഡാണ് വേണ്ടത്. ഓക്കെ, ഡൺ. പത്തിന് ഒഴിക്കാനുള്ളത് പിന്നെ അതേ ഒരു വാട്ടർമെലൺ ജ്യൂസും ഒരു പൈനാപ്പിൾ ജ്യൂസും വന്നു. അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം കേറി തുടങ്ങുക. ഏത് നമ്മുടെ താമരശ്ശേരി ചുരം? അങ്ങോട്ട് 120 km/h നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ ഇങ്ങനെ വളച്ച് കളിക്കായിരുന്നു. എന്റെ പടച്ചോനെ നിങ്ങള് കാത്തോണി. നമ്മള് മേളിലെത്തിയപ്പോഴത്തേക്കും കാട്ട മഞ്ഞ് ഇല്ല, എന്നാലും ഉണ്ട് മഞ്ഞുണ്ട്. ഇതിനേക്കാൾ ഇരട്ടി മഞ്ഞുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 0 വിസിബിലിറ്റി ആയിരുന്നു. ബട്ട് ഇപ്പോഴും സ്റ്റിൽ നല്ല മഞ്ഞുണ്ട്. ഇടയ്ക്ക് നമ്മള് പ്രേതത്തിനൊക്കെ കണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നോക്കി നോക്ക് ജനലിലോട്ട്. ശരി കേട്ടാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഗൈസ്, ഫൈനലി നമ്മൾ അറൌണ്ട് 1:30 AM ആയപ്പോൾ വയനാട്ടിലുള്ള ഞങ്ങളുടെ ഹോം സ്റ്റേ മിസ്റ്റി മൗണ്ടൻ ഹോം സ്റ്റേയിലെത്തി. രാത്രി ആയതുകൊണ്ട് ഒന്നും വീഡിയോസൊന്നും കാണിക്കുന്നില്ല, കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല. ആൻഡ് എല്ലാവരും ടയേർഡാണ്, എല്ലാവരും സെറ്റിലാവാണ്. ഞാൻ മമ്മീനെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടു. പക്ഷേ അവരൊക്കെ ടയേർഡായതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ കാണാം. ഓൺ ഡേ 2 ഓഫ് ആ ട്രിപ്പ് ടു വയനാട് ആൻഡ് ഊട്ടി. ആൻഡ് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റിലായി. ഇനി എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇച്ചിരി ഫ്രഷായി. ഇപ്പോൾ തന്നെ 2:10 ആയി. സംസാരിച്ചിരുന്നിട്ട് ഇനി ഒന്ന് കുറിച്ച് ഫ്രഷായി കിടന്നുറങ്ങണം എന്നാണ് പ്ലാൻ. യു ടേക്ക് കെയർ. സീ യു ലേറ്റർ.